കണ്ടില്ലേ, ഒരു 6-6.5 അടി പൊക്കമുള്ള ഒരാൾ ഈ വണ്ടിയിലിരുന്ന ഏകദേശം എന്താ ഇങ്ങനെ ഇരിക്കും. ഇതാണ് ഗൈസ് ഏറ്റവും പുതിയ ADV 160 ഹോണ്ടയുടെ ഭാഗത്തു നിന്നുള്ളൊരു മാക്സി സ്കൂട്ടർ ഡിസൈനിൽ വരുന്ന ഒരു അഡ്വഞ്ചർ സ്കൂട്ടർ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ പറയാൻ സാധിക്കും. നമ്മുടെ എയറോക്സ് 155നും സൂം 160 ഒക്കെ തന്നെ ഡയറക്റ്റ് കോമ്പറ്റീറ്ററായിട്ട് വരുന്ന ഒരു സ്കൂട്ടറാണ് ഹോണ്ടയുടെ ഭാഗത്തു നിന്നും. ഇതിൽ വന്നിരിക്കുന്ന ഒരു പുതിയ 160cc എഞ്ചിനാണ്, ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. ഓൾമോസ്റ്റ് 16 bhp പവറും 15 Nm ടോർക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഫ്ലെക്സ് ഫ്യൂവലിൽ ഓടുന്ന ഒരു വാഹനമാണ്. അപ് ടു E85 വരെയുള്ള ഫ്യൂവൽ നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു കുഴപ്പമില്ലാണ്ട് വണ്ടി റൺ ചെയ്തോളെന്നാണ് ഹോണ്ട പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളിതിൻ്റെ ഡിസൈൻ ഒന്ന് നോക്കുക, ഒരു രക്ഷയില്ലാത്ത ഒരു ഡിസൈനാണ്. ഫ്രണ്ടിൽ നിന്ന് നമുക്ക് നല്ല അഗ്രസീവ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു DRL വരുന്നുണ്ട്. അതിന് മുകളിൽ കണ്ടില്ലേ നമുക്കൊരു വിൻഡ് സ്ക്രീൻ വരുന്നുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ 14 ഇഞ്ചിൻ്റെ അലോയ് വീലാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത് വിത്ത് ബ്ലോക്ക് പാറ്റേൺ ടയർ ആൻഡ് ടെലസ്കോപ്പിക് സസ്പെൻഷൻ. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് വണ്ടിക്ക് കാണാൻ സാധിക്കും. ഇതൊരു ADV സ്റ്റൈൽ വണ്ടിയായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ റോഡ് കണ്ടീഷനിലൂടെ ഒക്കെ തന്നെ നല്ല രീതിക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സീറ്റ് നോക്കി കഴിഞ്ഞാൽ ഒരു സ്പ്ലിറ്റ് ഡിസൈൻ പോലെ വരുന്നുണ്ടെങ്കിൽ സിംഗിൾ സീറ്റാണ്. അത്യാവശ്യം റൈഡർ സീറ്റ് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു സ്പോർട്ടി ഡിസൈൻ വരുന്നുണ്ട്. ബാക്കിലിരിക്കുന്ന ആൾക്കാണെന്നുണ്ടെങ്കിലും നല്ല കുഷനിങ്ങും സപ്പോർട്ടും നല്ലൊരു ഗ്രാബറയിലും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. ഫുൾ LED ലൈറ്റിംഗ് ആണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. ഇതാണ് ടെയിൽ ലാമ്പിൻ്റെ ഒരു ഡിസൈനും. ഫ്രണ്ടിൽ നിന്നുള്ള പോലെ തന്നെ ബാക്ക് ടെയിൽ ലാമ്പും അത്യാവശ്യം നൈസാണ് വണ്ടിയിൽ കാണാനായിട്ട്. താഴെ ടേൺ ഇൻഡിക്കേറ്ററും ആ ഒരു ടെയിൽ പോർഷനും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഡ്യുവൽ ഷോക്ക് അബ്സോർവറാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. നല്ല വീൽ ട്രാവൽ കാണാൻ സാധിക്കും. ബാക്കിൽ നല്ല ഒരു ലെങ്ത് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഡ്യുവൽ പർപ്പസ് ടയറാണ് നമുക്കിതിൽ ബാക്കിലും വന്നിരിക്കുന്നത്. 14 ഇഞ്ച് വീല് തന്നെയാണ് നമുക്ക് ഈ വണ്ടിയുടെ ബാക്കിലും കിട്ടുന്നത്. ഹോണ്ട ESP+ ടെക്നോളജിയോട് കൂടിയിട്ട് വന്നിരിക്കുന്ന എഞ്ചിനാണ് ഇതിൽ അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിയർ ഫുഡ് റെസ്റ്റ് ഒക്കെ കണ്ടില്ലേ, അത്യാവശ്യം നല്ല വെൽ ഡിസൈൻ ആൻഡ് വെൽ ബിൽട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഹോണ്ട ADV 160 H Smart എന്നുള്ള ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടില്ലേ നമുക്ക് നോർമൽ സ്കൂട്ടർ ഡിസൈൻ അല്ല, ഒരു മാക്സി സ്കൂട്ടർ ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് സൈഡിലേക്കും കാലിട്ട് വേണം ഇതിലിരിക്കാൻ. ഇവിടെയാണ് അതിൻ്റെ ഫ്യൂൽ ലിഡും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. അതുപോലെ തന്നെ ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ തന്നെ ഒരു പ്രോപ്പർ ഒരു ബൈക്കിൽ വരുന്ന പോലെയുള്ള ഒരു ഹാൻഡിൽ ബാറാണ്. നല്ലൊരു ഫ്ലാറ്റ് ടൈപ്പ് ഓഫ് ഹാൻഡിൽ ബാറാണ്, ടേപ്പേർഡ് ടൈപ്പ് ഹാൻഡിൽ ബാറാണ്. നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നൊരു ഹാൻഡിൽ ബാറാണ്. അതുപോലെ തന്നെ ഈ ഒരു മീറ്റർ കൺസോൾ നോക്കി കഴിഞ്ഞാൽ ഹോണ്ടയുടെ റോഡ് ലിങ്ക് കണക്ടിവിറ്റി വരുന്ന 5 ഇഞ്ച് TFT ഡിസ്പ്ലേ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനൊരു ചെറിയ എന്താ പറയുന്ന ഒരു വിൻഡ് സ്ക്രീൻ പോലത്തെ സെറ്റപ്പൊക്കെ അതിന് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. കീലെസ് ആണ് വണ്ടി, കണ്ടില്ലേ ഈ ഒരു നോബിലാണ് വണ്ടി ലോക്ക് അൺലോക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഫീച്ചേഴ്സും ഈ ഒരു വണ്ടിയിൽ വരുന്നത്. ഹോണ്ടയുടെ മറ്റു വാഹനങ്ങൾ കാണുന്ന പോലെയുള്ള സ്വിച്ച് ഗേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഇതിലും വന്നിരിക്കുന്നത്. ഇതാണ് ഓവറോൾ വണ്ടിയുടെ ഒരു ലുക്ക് വരുന്നത്. എല്ലാ മോഡൽസിനെ പോലെ തന്നെ ഇതിൻ്റെയും പ്രൈസ് ഹോണ്ട അൺവീൽ ചെയ്തിട്ടില്ല. ഇത് ഈ വർഷം അവസാനത്തേക്കോ അടുത്ത വർഷം ആദ്യത്തേക്കോ വരും എന്നാണ് ഹോണ്ട പറയുന്നതും. അപ്പം എത്ര രൂപയാണ് നിങ്ങൾ ഈ വണ്ടിക്ക് പ്രതീക്ഷിക്കുന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എയറോക്സിനേക്കാൾ ലൈക്ക് എയറോക്സ് ആയിരിക്കും ഇതായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുന്നുള്ള കാര്യം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനൊന്നുള്ള സമയമായില്ല, വണ്ടി റോളിലിറങ്ങി ഓടിച്ചതിൻ്റെ റിവ്യൂസൊക്കെ വരാനുണ്ട്. എന്നാലും ആദ്യമുള്ളൊരു ഭംഗി അല്ലെങ്കിൽ ആ ഒരു കാഴ്ചയുള്ളൊരു അട്രാക്ഷനിൽ നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഇന്നത്തെ വീഡിയോസിന് നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഹോണ്ടയുടെ ബാക്കി മോഡൽസിൻ്റെയും ഓക്രോൺ വീഡിയോസൊക്കെ തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അതൊക്കെ കാണാനായിട്ട് മറക്കാണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വൺ. കൊച്ചു മച്ചാൻ എന്താ പറയുന്നത്? അതെ, നമ്മുടെ നിജിൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ബെല്ലിവിൻ്റെ മണി അടിക്കുക. പിന്നെ ഇത് ഇങ്ങേരുടെ മണി അടിക്കണം. ഇങ്ങേര് ഇന്ന് ഫുൾ മണിയടിയായിരുന്നു. ഫുൾ മണിയടി എന്ന് വെച്ചാൽ നടക്കണം ഫുൾ ടൈം മണിയടിയോട് മണിയടി. അപ്പോൾ എല്ലാവരും കാണുക കേട്ടോ. പിന്നെ ഈ വണ്ടികളിൽ പറഞ്ഞു ഇതെല്ലാം പ്രീ പ്രൊഡക്ഷൻ വണ്ടികളാണ്, പ്രൊഡക്ഷനിലുള്ള വണ്ടികളല്ല. സമയമെടുക്കും വരാൻ, ക്ഷമ വേണം. അതെ, ക്ഷമ വേണം. ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം സ്റ്റാർട്ടിങ്ങിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഈ വണ്ടി പ്രതീക്ഷിക്കാൻ പറ്റുക. പക്ഷെ ഫൈനലി ഇതെല്ലാം ഇന്ത്യയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ 10 വണ്ടി ഇന്ത്യയിൽ വരും, ഇറങ്ങും. നെക്സ്റ്റ് വീക്ക് പ്രൈസിംഗ് വരും എന്നാണ് ഇൻസൈഡ് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് പ്രൈസിംഗ് വരും. ലോഞ്ച് ചെയ്ത് നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും പ്രൈസിംഗ് വരും എന്ന് പറഞ്ഞു. ചില വണ്ടികളുടെ ഏത് വണ്ടിയാന്ന് പറഞ്ഞിട്ടില്ല. അപ്പം മിക്കവാറും കാണാം. അതെ.